കുറച്ച് ഉണക്കമീൻ വറുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇന്ന്. ഇത് ഞാൻ ഉണക്കമീൻ കിട്ടുമ്പോൾ നന്നായിട്ട് പിന്നെ വറുത്ത് ഒന്നിച്ച് വറുത്ത് വെക്കും. ഇതിപ്പോൾ മൊത്തം എടുക്കില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. എന്നാലും അത് കുറേ ദിവസം എങ്ങനെ ഇരിക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഉണക്കമീൻ വറുത്തിട്ട് എങ്ങനെ നമുക്ക് കുറേ ദിവസം കറുമുറാന്ന് തന്നെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കത് വറുത്തെടുത്തിട്ട് വരാം. വേണ്ടേ നമ്മൾ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, ചുമ്മാ ഇട്ട് കൊടുത്തേക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഇതിൻ്റെ ചെറിയ ചൂടുണ്ട് കേട്ടോ, ഞാനിങ്ങനെ ആക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ മണ്ണുണ്ടാകും, പൊടി മണ്ണുണ്ടെങ്കിൽ ആ മണ്ണെല്ലാം നമുക്കിങ്ങനെ തിരുമ്മി അത് പേറ്റിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ തന്നെ വീഴുന്നുണ്ട് അതിൻ്റെ പൊടിയൊക്കെ കണ്ട. ഈ പൊടികൾ ഫുള്ള് പോയി. ഇത് കഴുകിയെടുത്താൽ പിന്നെ കഴുകിയാൽ കൊള്ളില്ല, ഇത് പൊടിയായതുകൊണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. ചൂടായിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതെന്തെങ്കിലും ഒരുവിധം ചൂടായിട്ടിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നവരെ കൈയിടുമ്പോൾ നോക്കണം കേട്ടോ. അത് നോക്കി വേണം തിരുമ്മി കൊടുക്കുക. ചെറിയ ചൂട് വരെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നിറച്ച് ഇപ്പോൾ പൊടി വീണിട്ടുണ്ടാകും. അല്ലേ, കാണുന്നുണ്ട്. അത് പേറ്റിയെടുക്കണം. ഇത് മുറത്തിലിട്ടിട്ട് പേറ്റിയെടുക്കാം. കൈ പൊള്ളിക്കരുത് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ പൊടി കണ്ട. ഇത് പേറ്റുമ്പോൾ പറന്നു പോകുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ. വേണ്ട, ഇതാണ് ഇതിൽ മണ്ണും എല്ലാം ഉണ്ടാകും. എല്ലാം അഴുക്കും പോകും. ഇതൊന്നും എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് നമ്മുടെ കൈ വെച്ചൊന്ന് തിരുമ്മി അങ്ങനെ കൊടുത്താൽ മതി. അതിലെ മണ്ണും അഴുക്കും പൊടി എല്ലാം പോകും. ഇതിപ്പോൾ പകുതി വറവായിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് രണ്ടാമത് വറുക്കണേ. പാൻ തുടച്ചെടുക്കണം കേട്ടോ. പാനിൽ പൊടി ഉണ്ടാകും. അതിലോട്ട് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങോട്ട് ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഉപ്പ് നമുക്ക് കുറച്ച് തളിച്ച് കൊടുക്കണം. ഇതിൽ ഉപ്പ് നീര് കുറച്ച് കലക്കിയതാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പൊട്ടും ഉണ്ടാവില്ല ഇതിൽ. ഉപ്പ് നീര് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഒടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അത് മുരിഞ്ഞാന്ന് ഇങ്ങനെ ഒടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല മുരിഞ്ഞിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ഉള്ളി സവാള ഒന്നും ചേർക്കരുത് കേട്ടോ. ഇടിച്ച മുളക് മാത്രം ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇറക്കി വെച്ചേക്കണേ. ഇറക്കി വെച്ചിട്ടാണ് മുളക് ഇടുന്നത്. കുറച്ച് മുളക് അങ്ങോട്ട് തൂവി കൊടുക്കണം, ഇടിച്ച മുളക്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കട്ടെ നിങ്ങൾ. എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാവാതെ. മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാക്കാം. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പരിപാടി. ഇതൊരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാൽ മതി. ചൂടോടെ അടച്ച് വെക്കരുത്. ചൂടാറിക്കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ ദിവസങ്ങളോളം ഉപയോഗിക്കാം. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചരിച്ച് വെച്ച് കണ്ട. അപ്പോൾ അതിൽ എണ്ണ പാർന്നങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇത് പോകട്ടോ, തണുത്ത് പോലും. ഇത് കണ്ട, ഇത് കണ്ട, ഒടിഞ്ഞത് കണ്ട. ഇതാണ് അതിൻ്റെ പാകം. എന്നിട്ട് ഇതേപോലെ ഒരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുള്ളൂ. നമുക്ക് കറിയില്ലാത്ത സമയത്തൊക്കെ ഒരു ചാറൊക്കെ വെച്ചാൽ കറിയായില്ലേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണേ കേട്ടോ എല്ലാവരും.